Bismillahirrahmanirrahim. In the name of God, the most merciful, the most beneficent. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ബഹുമാനപ്പെട്ട ലീഡർ ഓഫ് ഓപ്പോസിഷൻ, മറ്റു വിശിഷ്ടാതിഥികളെ, സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, ജൂനിയറും സീനിയറുമായ എൻ്റെ സഹപ്രവർത്തകർ, സഹോദരി സഹോദരന്മാരെ, members of parliament including Haris Biran and Haibi Eden and members of legislative assembly എൻ്റെ സുഹൃത്തും സഹോദരനുമായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, രാജീവ് ജി, അങ്ങനെ ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിയ എല്ലാ അതിഥികൾക്കും എൻ്റെ സഹോദരൻ അഷ്റഫ് അലി സ്വാഗതം പറഞ്ഞു. ഒരിക്കൽ എൻ്റെ വക കൂടി സ്വാഗതവും അതോടൊപ്പം നന്ദിയും ഞാൻ പ്രകടിപ്പിച്ചു കൊള്ളട്ടെ. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇത് ഞങ്ങളുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ മൂന്നാമത്തെ പ്രൊജക്റ്റാണ് ട്വിൻ ടവർ. ഈ ട്വിൻ ടവർ ഇത്രയും വലുത് ഇവിടെ പണിതാൽ അതിനുള്ള കമ്പനികൾ വരുമോ എന്ന സംശയം ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞാൻ ലോകത്തിൽ എവിടെ ചെന്നാലും ആദ്യം നോക്കുന്നത് 4 കാര്യങ്ങളിലാണ്. ഒന്ന്, വിഷണറി ലീഡർഷിപ്പ്. ഞാൻ പോകുന്ന രാജ്യത്തോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തോ വിഷണറി ലീഡർഷിപ്പ് ഉണ്ടോ? ഞങ്ങൾ ഒരുമിച്ച്, ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിയും രാജീവും കൂടി കഴിഞ്ഞ പ്രാവശ്യം ഡാവോസിലെ വേൾഡ് എക്കണോമിക് കോൺഫറൻസിൽ പോവുകയുണ്ടായി. അങ്ങനെ വേൾഡ് എക്കണോമിക് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചത്, വാട്ട് ഈസ് ദ പൊളിറ്റിക്കൽ കൺസെൻസസ്? പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ടോ നിങ്ങൾ വരുന്ന സ്റ്റേറ്റിൽ നിന്നാണ് ചോദ്യം. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, ഞങ്ങൾ ഓപ്പോസിഷനും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയും ഡെവലപ്മെൻറ്റിൽ ഞങ്ങൾ ഒന്നാണ്. സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, ഫ്യൂച്ചർ ജനറേഷന് ജോലി കൊടുക്കുക, അതിന് ഞങ്ങൾ ഒന്നാണ്, അത് ഞങ്ങൾ വ്യത്യാസമില്ല എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞു, കേരളത്തെ സംബന്ധിച്ച് ഒരു പക്ഷേ നിങ്ങളത് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു വ്യവസായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ നോക്കുന്നത് വിഷണറി ലീഡർഷിപ്പ് ഉണ്ടോ. 2, ആ രാജ്യത്തിൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ എക്കണോമി സ്ട്രോങ് ആണോ. 3, റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, അതിൽ ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടോ. ഈ കാര്യങ്ങളാണ് ഞാൻ നോക്കാറ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് നമ്മുടെ സ്റ്റേറ്റിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ ബഹുമാനപ്പെട്ട ദീർഘവീക്ഷണമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നത്, അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇരിക്കുന്നത്, അതുപോലെ ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർ അവർകളും ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് ഡെവലപ്മെൻ്റാണ്. എന്ന് ഞാൻ അന്ന് ഉദാഹരണം പറഞ്ഞു. കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്ത് ആരംഭിച്ച കൊച്ചിൻ എയർപോർട്ട്, അതിൻ്റെ എല്ലാ സഹായവും സഹകരണവും തന്ന് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഇ.കെ. നായനാർ അവർകളാണ്. അതാണ് പൊളിറ്റിക്കൽ കൺസെൻസസ്. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ ജിം ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസ് നടത്തി. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, വി ആർ സപ്പോർട്ട് ദ ഇൻവെസ്റ്റേഴ്സ് ടു അവർ സ്റ്റേറ്റ്. അത് നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. ഇന്ത്യ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ കീഴിൽ 5 ട്രില്യൺ എക്കണോമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമി ഈസ് വെരി സ്ട്രോങ്, ദാറ്റ് എവരിബഡി ഷുഡ് അഡ്മിറ്റ്. അപ്പോൾ വിഷണറി ലീഡർഷിപ്പ് ഉണ്ട്, കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ക്ലൈമറ്റാണ്. പിന്നെ കേരളം അതിന് പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, 20 കൊല്ലം മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ അന്ന് കൊച്ചിയിൽ പണിതപ്പോൾ എല്ലാവരും, എൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വരെയും പറഞ്ഞു, ഇത് ഇവിടെ നടക്കില്ല, കേരളമാണ് വലിയ പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഈ പ്രശ്നം ഉണ്ടാക്കുകയും ഇവിടെ നിന്ന് വന്നവരെ ഓടിക്കാൻ വേണ്ടി മാത്രം കുറേ മീഡിയ യൂട്യൂബേഴ്സ് ഉണ്ട്. നല്ല മീഡിയക്കാരല്ല പറയുന്നത്, ഈ ചെറിയ ആൾക്കാർ. അതിൻ്റെ
അഡ്വക്കേറ്റ് സുരേഷ് കുമാർ സാറുണ്ട്. മൂപ്പര് ഒരുപാട് കേസ് എനിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്ത അദ്ദേഹമാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത കേസുകൾ കൊടുക്കുക. ഞാനിവിടെ കേരളത്തിൽ തുടങ്ങിയ എല്ലാ പ്രൊജക്റ്റിലും എനിക്ക് ഉണ്ടായിരുന്നു. സുപ്രീം കോടതി വരെയും തിരുവനന്തപുരം ഷോപ്പിംഗ് മാളിൽ സുപ്രീം കോടതി വരെയും പോകേണ്ടി വന്നു. പക്ഷെ ദീർഘദൃഷ്ടിയുള്ള വീക്ഷണമുള്ള കേരള ഗവൺമെൻറ്, അതിന് ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധമായി ഞാൻ ചെയ്തു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് അവർ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതാണ് പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ ബൊൾഗാട്ടിയിലെ പ്രൊജക്റ്റ് വന്നപ്പോൾ എന്തോരേ എതിർപ്പായിരുന്നു എന്നറിയോ. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്ന് പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹായം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. അതുപോലെ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർകളായിരുന്നു, അദ്ദേഹത്തിൻ്റെയും വി.ഡി. സതീശൻ അടക്കമുള്ള പാർട്ടിയുടെയും സഹായം എനിക്ക് മറക്കാൻ സാധ്യമല്ല. ആയതുകൊണ്ടാണ് ഇന്ന് വേൾഡിലെ എല്ലാ കോൺഫറൻസുകളും ഇപ്പോൾ കൊച്ചിയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ്, ജനങ്ങൾ, ഇവിടുത്തെ ആളുകൾ. അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു ഇതിങ്ങനെ നടക്കുമോ എന്ന്. കാരണം 115 ഉറുപ്പിക പെർ സ്ക്വയർ ഫീറ്റിനാണ് ബാംഗ്ലൂര്. ആ സ്ഥാനത്ത് ഇവിടെ 55 ഉറുപ്പിക ഒരു സ്ക്വയർ ഫീറ്റിനുള്ളൂ, 55 റുപ്പീസ്. അപ്പോൾ ഈ 55 ഉറുപ്പിക സ്ക്വയർ ഫീറ്റിനുള്ളപ്പോഴും 110 ഉറുപ്പിക ഉള്ളപ്പോഴും നിങ്ങൾ എന്തിനു തുടങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെയുള്ള എത്രയോ ലക്ഷമെന്ന് എനിക്കറിയില്ല, ലക്ഷക്കണക്കിന് മലയാളി എൻ്റെ സഹോദരന്മാർ, നമ്മളെ കുട്ടികൾ, യുവാക്കൾ, അവർ ബാംഗ്ലൂരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബാംഗ്ലൂരിലേക്ക് ഡെയിലി ബസ്സും കാറും അതുപോലെ ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ ഫുള്ളാണ് ബാംഗ്ലൂരിലേക്ക്. അവർ ഇവിടെ വന്ന് ജോലി ചെയ്യും. ഇത് സമ്പാദ്യത്തിനുള്ള മാർഗമല്ല, പക്ഷേ ഇത് കുറേ ആളുകൾക്ക് 10-30,000 നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ 110 ഉറുപ്പിക പെർ സ്ക്വയർ ഫീറ്റ്, ഇവിടെ 55 ഉറുപ്പിക. അപ്പോൾ അത് 20 കൊല്ലം കൊണ്ട് ഇത് മുതലാവുള്ളെങ്കിൽ അവിടെ 10 കൊല്ലം കൊണ്ട് ബാംഗ്ലൂർ തുടങ്ങിയാൽ മുതലാവും. പക്ഷെ എന്നിരുന്നാലും ഈ 35,000 ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നത്, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു പുതിയ ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, മാർക്കറ്റിംഗ്. ഈ IT ടവറിൻ്റെ മാർക്കറ്റിംഗ് ഞാൻ തന്നെ ചെയ്യാൻ പോകുന്നു എൻ്റെ സ്റ്റാഫുകളോടുകൂടി. ഞാൻ 20 കൊല്ലം മുമ്പ്, 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക CM, ഞാൻ ഒറ്റ മിനിറ്റ്. ഞാൻ ഒരു 20 കൊല്ലം മുമ്പ് അബുദാബിയിൽ അൽ വഹദ മാൾ എന്ന് പറഞ്ഞിട്ട് ഷോപ്പിംഗ് മാൾ, ഇപ്പോഴും അതെൻ്റെ തന്നെയാണ്, ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കോഫി ഷോപ്പ് വേണം. അവിടെ വേറെ എല്ലാ ബ്രാൻഡുകളുടെ കോഫി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു പ്രത്യേക ബ്രാൻഡ് കോഫി ഷോപ്പ് വേണം. അത് വളരെ ഹൈ സ്റ്റാൻഡേർഡുള്ള ഷോപ്പിംഗ് മോളിലാണ് അവർ പോവുള്ളൂ. അങ്ങനെ എൻ്റെ ടീം അവരായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വരാൻ ഉദ്ദേശമില്ല, ഓൾറെഡി ഞങ്ങൾ ഈ രാജ്യം വിട്ട്, ആ രാജ്യത്തെ പേരും ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല, പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ടൂറിസ്റ്റായിട്ട് പോകുന്ന ആളുകളൊക്കെ ലണ്ടനിലും പാരീസിലും എവിടെയൊക്കെ പോയാൽ ഈ കോഫി ഷോപ്പിലാണ് കോഫി കുടിക്കാറും ചായ കുടിക്കാറും. അപ്പോൾ എന്നോട് ഒരുപാട് എൻ്റെ അറബി സഹോദരന്മാരടക്കം പറഞ്ഞു ഈ കോഫി ഷോപ്പ് എനിക്ക് കൊണ്ടുവരുന്നു. അവസാനം അവർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ചെയർമാനെ കാണാൻ പോയി. 1.5 മാസം കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. ഞാൻ പോയി കാത്തിരുന്ന് അദ്ദേഹത്തിനെ കണ്ടിട്ട് ഞാൻ കൺവിൻസ് ചെയ്യുകയാണ്. എന്താണ്? കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് വന്ന് നിങ്ങളുടെ ബ്രാൻഡ് നടത്തിയാൽ മതി. എന്നിട്ട് നിങ്ങൾ 3 മാസമോ 4 മാസമോ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് വാടക തന്നാൽ മതി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനും പോകാനുള്ള ചാർജ് തന്നെ ഞാൻ തരാമെന്ന്. അതൊരു പുതിയ അനുഭവമായിരിക്കും അദ്ദേഹത്തിന്, ഒരു പുതിയ ഇന്നോവേഷൻ വി ക്യാൻ സേ. അപ്പോൾ പറഞ്ഞു ശരി, ഞങ്ങൾ വരാൻ തീരുമാനിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡ്രോയിങ് തരിക, അതനുസരിച്ച് ഞങ്ങൾക്ക് പണിത് തരാമെന്ന് പറഞ്ഞു. അൽ വഹദ മാളിൽ ഇന്നും ആ മാളിൽ നടക്കുകയാണ് നന്നായിട്ട്. അവരവിടെ വന്നു, സ്റ്റാർട്ട് ചെയ്തു. അവർ പറയുന്ന രീതിയിൽ ഞാൻ ഡ്രോയിങ് ഉണ്ടാക്കി കൊടുത്തു. നോക്കുമ്പോൾ അവിടെ ആൾക്കാർ ലൈൻ നിൽക്കുകയാണ് 1 മാസം. അപ്പം ഞാനൊരാളെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, 4 മാസം ഇതേമാതിരി ലൈൻ നിന്നിട്ടാണ് കോഫി കുടിക്കാൻ വരുന്നത് അവിടെ ആൾക്കാർ. 4-ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ചെയർമാൻ നേരിട്ട്. ഹലോ,
നിങ്ങൾക്ക് കാര്യമായ ബിസിനസ് ഇല്ല എന്ന് തോന്നുന്നു, ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാവാം. അയ്യോ ഇല്ല, ഞങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ട്, ആയതുകൊണ്ട് ഞങ്ങൾ വാടക തരാം. ആ കോഫി ഷോപ്പ് എൻ്റെ 5 ഷോപ്പിംഗ് മോളുണ്ട് ഇപ്പോൾ. അപ്പോൾ അതേമാതിരി ഞാൻ ബഹുമാനപ്പെട്ട CM-നോട് പറഞ്ഞു, ഇവിടെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ഫർണിഷ് ചെയ്യുക, ഇവിടെ വരിക, ആർക്കിടെക്റ്റിനെ അന്വേഷിക്കുക, അതുകൂടാണ്ട് ഇത് ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അന്വേഷിക്കുക, അതിനൊന്നും ഇപ്പോൾ ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല. IBM പോലുള്ള ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല. അപ്പം ഞാനിപ്പോൾ അതിനൊരു ടീമിനെ നിശ്ചയിച്ചു. നിങ്ങൾക്ക് വരിക, നിങ്ങൾക്ക് ഏത് നിലയ്ക്ക് ഡ്രോയിങ് തന്നാൽ അതനുസരിച്ച് പണിത് നിങ്ങൾക്ക് തരാം. ആ ചിലവാകുന്ന കാശിനെ പറ്റി പിന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ബട്ട് യു പ്ലീസ് കം. അതേമാതിരി ഇപ്പോൾ IBM വന്നു, IBM ഇനിയും വരും. അതുപോലെ എല്ലാ ഇൻ്റർനാഷണൽ കമ്പനികളോട് മാർക്കറ്റിംഗ് ഞാൻ തന്നെ ചെയ്യാണ്. കാരണം നമ്മുടെ ഇവിടെ ഒരുപാട് അഭ്യസ്തവിദ്യരായ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇവിടെയുണ്ട്. അവരൊക്കെ പുറത്തു പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂരിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, മലയാളികൾ. അവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യണം. അതിനുള്ള ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ ഇവിടെയുണ്ട്. മുമ്പ് നമ്മൾ ഇന്ത്യനെ പറ്റി ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ വലിയ പ്രശ്നം എന്തായിരുന്നു? ജനസംഖ്യാ വർധന. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ആസെറ്റ് ഈസ് അവർ യങ് പോപ്പുലേഷൻ. ഞങ്ങൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ മന്ത്രിക്കറിയാം, അവിടെയൊക്കെ ഓൾഡ് പോപ്പുലേഷനാണ് ഇപ്പോൾ ഉള്ളത്. ആ സ്ഥലത്ത് ഇന്ത്യയിൽ 27 മുതൽ 32% വരെയും യങ് പോപ്പുലേഷനാണ്. അതും അഭ്യസ്തവിദ്യരാണ്. പ്രത്യേകിച്ച് മലയാളികൾ ബുദ്ധിയും പ്രാപ്തിയും തൻ്റെയോളവും കഴിവുമുള്ള യുവാക്കളാണ്, ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് നല്ലൊരു പ്രതീക്ഷയോടുകൂടിയാണ് തുടങ്ങുന്നത്. ഇതിന് ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ തൊഴിലുകൾ കൊടുക്കുന്നത് ഉത്തമമാണ്. ഭിക്ഷ വാങ്ങുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കും, ദാനം വാങ്ങുന്നത് അഭിമാനം നശിപ്പിക്കും. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ്. അപ്പോൾ അതിനുള്ള സൗകര്യമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞങ്ങളുടെ പ്രവാചകനും അത് തന്നെയാണ് പറഞ്ഞത്. ആളുകൾക്ക് ജോലി കൊടുക്കുക, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതിൽ എല്ലാവരെയും ഞാനും അതിനൊരു ഭാഗമാക്കാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 32 കൊല്ലമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണ്, 32 years. ആ ബന്ധം ഇന്നും അതേമാതിരി നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിന് ആരോഗ്യത്തിനും ആയുസ്സിനും ഇവിടെയുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രാജീവ് വിജയ അടക്കമുള്ള എല്ലാവർക്കും ദൈവം അനുഗ്രഹവും ആരോഗ്യവും ആയുസ്സും ആരോഗ്യത്തോടു കൂടി ആയുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്. Thank you, sir. Now for the inaugural address by the Chief Guest of the day, Sri Pinarayi Vijayan, Honorable Chief Minister of Kerala. May I request all of you to kindly give a big round of applause. ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ട്വിൻ ടവേഴ്സിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം നല്ല രീതിയിൽ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ IT സമുച്ചയമായിട്ടാണ് ഈ ട്വിൻ ടവർ മാറുന്നത്. എല്ലാവരുടെയും അനുമതിയോടെ ഈ ട്വിൻ ടവറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നേരത്തെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ഇവിടെ പറഞ്ഞു 1500 കോടിയിലേറെ രൂപ മുതൽ മുടക്കിയാണ് ഈ IT സമുച്ചയം
യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. 30,000-ലേറെ പ്രൊഫഷണലുകൾക്ക് തൊഴിൽ യാഥാർത്ഥ്യമാക്കാനും കഴിയും. 30 നിലകൾ വീതമുള്ള ലുലു ട്വിൻ ടവറുകളുടെ ഉയരം 152 മീറ്ററാണ്. അപ്പം എല്ലാം കൊണ്ടും നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരമായ ഒരു സ്ഥാപനമാണിത്. 25 ലക്ഷം ചതുരശ്രയടി IT കമ്പനികൾക്ക് മാത്രമായുള്ള ഓഫീസ് സ്പേസായിട്ടാണ് ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന MA യൂസഫ് അലിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ലോകത്തിൽ തന്നെ എല്ലാവർക്കും പരിചിതമായ ബ്രാൻഡ് നെയിമാണ് ലുലു എന്നത്. ആ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ യൂസഫ് അലി നമ്മുടെ നാടിനാകെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. കേരളീയർക്കാകെ അഭിമാനകരമായി ലോകത്താകെ പടർന്ന് വളർന്ന് നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾ. പുതിയ വ്യവസായങ്ങളെയും സംരംഭകരെയും സ്വീകരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിനും സർക്കാരിനും ഇവിടെ ഇങ്ങനെയൊന്നുണ്ടായതിൽ അതിയായ സന്തോഷമാണുള്ളത്. വൈവിധ്യമാർന്ന വ്യവസായ സംരംഭങ്ങളാണ് മറ്റു പലരിൽ നിന്നും ശ്രീ യൂസഫ് അലിയെ വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ട്രിക്ക് ഇവിടെ പറഞ്ഞല്ലോ, ആ കാപ്പിക്കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് സ്വീകരിച്ച രീതി. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം സ്വീകരിക്കും. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളുടെ ഒരാഗോള വ്യവസായ ശൃംഖലയാണ് നമ്മൾ നേരത്തെ ഇവിടെ അവതരിപ്പിച്ച ദൃശ്യത്തിലൂടെ കണ്ടത്. ലുലു ഗ്രൂപ്പിൽ 1,00,000-ഓളം തൊഴിലാളികൾ ഈ സ്ഥാപനങ്ങളിലെല്ലാമായി ജോലി ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളീയരായ തൊഴിലന്വേഷകർക്ക് വലിയ തോതിലുള്ള സഹായമാണ് ലുലുവിൽ നിന്നും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഇന്ത്യയിലെയും ഗൾഫിലെയും നിരവധി സാമൂഹിക ജീവകാരുണ്യ മാനവിക പ്രവർത്തനങ്ങളിൽ ശ്രീ യൂസഫ് അലി സജീവമായി പങ്കെടുക്കുന്നുണ്ട്. സാമുദായികമായ സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രശംസനീയമാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് പ്രത്യേകമായ സഹായങ്ങൾ നൽകുന്നതിൽ അദ്ദേഹം എന്നും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ജോലി ചെയ്യുന്നവർ മാത്രമല്ല, അവിടെ ഏതെങ്കിലും തരത്തിൽ സഹായം വേണ്ടിവരുന്ന പ്രത്യേക സന്ദർഭങ്ങൾ ഉയർന്നു വരുമ്പോൾ ആദ്യം ബന്ധപ്പെടാൻ സർക്കാരടക്കം ആലോചിക്കുക ശ്രീ യൂസഫ് അലിയെക്കുറിച്ചാണ്. ഇപ്പം അടുത്ത നാളിൽ പോലും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. സംഭവമൊന്നും ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ നാട്ടിൽ പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ മാനുഷിക മൂല്യങ്ങളെയൂന്നി അദ്ദേഹം അതിരറ്റ സഹായം നൽകിയിട്ടുമുണ്ട്. വ്യവസായ രംഗത്ത് വളർച്ച നേടുമ്പോൾ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം അതിയായ ശ്രദ്ധയാണ് നൽകിയിട്ടുള്ളത്. അതിനെല്ലാം അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇന്നത്തെ യൂസഫ് അലി ആകുന്നതിന് മുൻപ് യൂസഫ് അലിയുടെ തുടക്കകാലത്ത് അബുദാബിയിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു.
അന്ന് അവിടെയുള്ള മലയാളികളുമായി സംസാരിക്കുമ്പോൾ അവിടെയുള്ള മലയാളി വ്യവസായികളെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് അന്ന് ഞാൻ ബന്ധപ്പെടുന്ന മലയാളികൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അവിടെ ജോലിയെടുക്കുന്ന ആളുകളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുകയും അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സംരംഭകനാണ് എന്നതായിരുന്നു. ദശാബ്ദങ്ങൾക്ക് മുൻപാണത്, ആദ്യഘട്ടത്തിലാണ് അന്ന് പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനുണ്ടായ വിജയത്തിന് യഥാർത്ഥത്തിൽ അടിസ്ഥാനം. എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തി പോവുക എന്നുള്ളത്. ഇവിടെ നമ്മുടെ നാടിൻ്റെ വ്യവസായവൽക്കരണത്തിന് യൂസഫ് അലിയെ പോലുള്ളവരുടെ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനം നമ്മുടെ നാട് ആഗ്രഹിക്കുകയാണ്. അത് സമകാലിക കേരളത്തിൻ്റെ ആവശ്യകതയാണ്. നാടിൻ്റെ വികസനം എന്നത് ഗവൺമെൻറ്റോ പ്രതിപക്ഷമോ എന്ന പ്രശ്നമില്ല. നമ്മുടെ നാടിന് വികസനം ഉണ്ടായേ തീരും. ആ വികസന കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ സഹകരിക്കുക, പിന്തുണ നൽകുക എന്നതാണ് നാം ആഗ്രഹിക്കുന്നതും അതാണ് നടന്നു വരുന്നത്. അത് തിരിച്ചറിഞ്ഞ് കൂടുതൽ നിക്ഷേപം നടത്താൻ ശ്രീ യൂസഫ് അലിയെ പോലുള്ളവർ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതൽ നിക്ഷേപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഇൻഫോ പാർക്ക് ഫേസ് 2 500 കോടി രൂപയുടെ പുതിയ നിക്ഷേപം അദ്ദേഹം ഒരു IT ടവർ എന്ന നിലയിൽ നിക്ഷേപിക്കുന്നതിന് തയ്യാറാകുന്നുണ്ട്. അതിൽ 3.5 ഏക്കർ സ്ഥലത്ത് 9.5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ളൊരു ക്യാമ്പസാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. 7500 പ്രൊഫഷണലുകൾക്ക് ജോലി നൽകാൻ കഴിയുന്ന ഒന്ന്. ഇതിൻ്റെ കൂടെ തന്നെ രണ്ടാമതുള്ള ഈ സംരംഭത്തിന് ആവശ്യമായ തുടക്കവും അദ്ദേഹം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സർക്കാർ അതിന് എല്ലാ പിന്തുണയും നൽകുന്നതാണ്. ഇനിയും കൂടുതൽ നല്ല നിലയിൽ നമ്മുടെ നാട്ടിൽ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകുന്നതിന് ഇതെല്ലാം വഴിവെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആശംസകളും ലുലു ഗ്രൂപ്പിനും അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ശ്രീ യൂസഫ് അലിക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ടിൻ ടവറിൻ്റെ ഉദ്ഘാടനം ഒരിക്കൽ കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. Thank you, Honorable Chief Guest, Kerala's Chief Minister, Sri Pinarayi Vijayan. Now may I request our guests of honor. First I begin with Minister P. Rajiv. Going forward, may I request Mr. P. Rajiv to kindly address the gathering. ബഹുമാനായ മുഖ്യമന്ത്രി, ബഹുമാനായ LOP, മറ്റു വിശിഷ്ട വ്യക്തികൾ, ബഹുമാനായ ശ്രീ യൂസഫ് അലി അവർകൾ, ബഹുമാനരെ,
കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ചരിത്ര മുഹൂർത്തമാണിത്. ഈ ടിൻ ടവറിൻ്റെ സവിശേഷതകളിലൂടെ വിസ്തീരിച്ചു കഴിഞ്ഞു. അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്വവും അദ്ദേഹം തന്നെയാണ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ വളരെ വേഗം തന്നെ ഈ 2 ടവറുകളും നിറയാനാണ് സാധ്യത. നമ്മുടെ ഒരു കരുത്ത് ഇവിടെ പറഞ്ഞ പോലെ അദ്ദേഹം വിസ്തീരിച്ചു. പൊതുവെ നല്ല രീതിയിൽ എല്ലാവരും യോജിച്ച് നിൽക്കുന്നു. നമ്മുടെ ചെറുപ്പമാണ് ഏറ്റവും നല്ല കരുത്ത്. വിശാൽ ഗോയൽ ഇസ് ഹിയർ. IBM-ന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞ് CM പറഞ്ഞനുസരിച്ച് ഞാൻ അവരായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു എംപ്ലോയീസായി. അന്ന് അവർ പ്രോമിസ് ചെയ്തത് 100 പേർ ഒരു വർഷം. അത് കഴിഞ്ഞ് ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ they had already recruited 1,500 youths. അപ്പം ചോദിച്ചല്ല, നിങ്ങൾ 100 പറഞ്ഞപ്പോൾ 1,500 ആയല്ലോ. അപ്പം അതിനന്ന് പറഞ്ഞ മറുപടി ഈ മലയാളി ചെറുപ്പക്കാരാണ്. ഒരു വർഷത്തിനുള്ളിൽ 2 സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ടൂൾ അവർ പ്രൊഡ്യൂസ് ചെയ്തു. ഒന്ന് ഫേസ്ബുക്കും വാങ്ങി, മറ്റൊന്ന് ഡെൽറ്റ എയർലൈനും വാങ്ങി. അതിനുശേഷമാണ് ഫസ്റ്റ് ഇന്നൊവേഷൻ സെന്റർ ഓൺ ജെനൈ IBM ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ആ പൊട്ടൻഷ്യൽ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേരളത്തിലെ ഈ സാധ്യതകൾ വളരെ സമർത്ഥമായി ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറായത്. അത് നമുക്ക് ഒരു കുതിച്ചുചാട്ടത്തിന് സഹായകരമായിരിക്കും. അദ്ദേഹം കൂടെ സൂചിപ്പിച്ചതുപോലെ ദാവോസിൽ ഞങ്ങൾ പോയിരുന്നു. ഞങ്ങളൊരു 5.5 കോടി ഇന്ത്യ ആകെ 10 കോടിയാണ് ഇവിടുത്തെ കിട്ടിയത്. അതിൽ 5.5 കോടി ഇന്ത്യ ഗവൺമെന്റിന് 6 കോടി ഇന്ത്യ ഗവൺമെന്റിന് കൊടുത്തിട്ട് കുടിസുമുറിയായിരുന്നു. പിന്നെ ദാവോസിന്റെ മെയിൻ വേദിയിൽ പ്രസംഗം കഴിഞ്ഞാൽ ഇവിടെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെയും ഇൻവെസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ കുടിസുമുറിയിലേക്ക് എത്തിച്ചതിൽ ശ്രീ യൂസഫ് അലി വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ് ടു മിസ്റ്റർ യൂസഫ് അലി ഫോർ ഗിവിംഗ് കണ്ടിന്യൂസ് സപ്പോർട്ട് ഫോർ ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. അതിന്റെ ഭാഗമായി തന്നെ നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. കേരളത്തിന്റെ ഇന്റർനെറ്റ് പെനട്രേഷൻ 99% ആണ്, ഹയസ്റ്റ് ഇൻ ദ കൺട്രി. 100 പേരെടുത്താൽ 99 പേർക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. മൊബൈൽ പെനട്രേഷൻ ഇസ് 125%. സ്മാർട്ട് ഫോൺ പെനട്രേഷൻ ഇസ് 65%. The first fully e-governed state of the country. First fully digitally literate state of the country. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഹൈ സ്പീഡ് മൊബൈൽ കണക്ടിവിറ്റി, ഓപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി, ഈ പൊട്ടൻഷ്യൽ എല്ലാം ഉപയോഗിക്കാം. പിന്നെ ശുദ്ധവായു. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ബാംഗ്ലൂർക്ക് പോയെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി, വേറെ പ്രശ്നമല്ല, നീങ്ങാനുള്ള പ്രശ്നം മനസ്സിലാക്കി വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ വരാൻ തീരുമാനിച്ചതിലുള്ള നന്ദിയും ഞാൻ പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ട്രാഫിക് പ്രശ്നമില്ല, ശുദ്ധവായു, ശുദ്ധജലം, ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഇപ്പോൾ നല്ല എല്ലാ പ്രോസസ്സും സിംപ്ലിഫൈ ചെയ്തു. നൗ വി ആർ ദ നമ്പർ 1 ഇൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. And the last data of the union government, Kerala could shown a 100% increase growth rate in FDI. We are in the 9th position in FDI, bypassing Andhra Pradesh and Punjab. അതൊരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ്. ഇപ്പോൾ ഇതുകൂടിയുള്ള ഇത്തരം സ്ഥാപനങ്ങൾ കൂടി വരുന്നതോടെ ഇനിയും നല്ല രീതിയിൽ FDI കൂടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. GCC കോൺക്ലേവ് ഞങ്ങൾ ഇപ്പോൾ AI കോൺക്ലേവിന് ശേഷം GCC കോൺക്ലേവ് കൊച്ചിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതും നല്ല മുന്നേറ്റം ഉണ്ടാക്കും. ആ ഒരു ഡ്രാഫ്റ്റ് ഓൺ GCC ഫ്രെയിംവർക്ക് ഈസ് ഓൾമോസ്റ്റ് റെഡി. GCC പോളിസി വരുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം 10 ഏക്കറിൽ കളമശ്ശേരി കിൻഫ്ര പാർക്കിൽ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് കൂടി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയും. എ റിവേഴ്സ് മൈഗ്രേഷൻ ഇസ് ഹാപ്പനിങ്. അത് ഏറെ സന്തോഷം നൽകുന്നതാണ്. അതിനെ സഹായിക്കുന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി കേരളത്തിന്റെ ഈ മേഖലയിലെ കുതിച്ചുചാട്ടത്തിന്റെ പ്രധാന കേന്ദ്രമായി ഈ മനോഹരമായ ടിൻ ടവർ മാറട്ടെ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന, ഇന്ത്യയിലെ ഹൈ ക്ലാസ് വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയുള്ള ഈ IT ടവറിന് ലുലു ഗ്രൂപ്പിന് കേരളത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചും വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Very interesting facts and figure indeed. Minister G.R. Anil, may I request you to kindly address the gathering.
വേദിയിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ MA യൂസഫ് അലി ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, സ്നേഹിതരെ, ഒരു ദീർഘ വർത്തമാനത്തിലേക്ക് കടക്കുന്നില്ല. ബഹുമാന്യനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വ്യവസായ മന്ത്രിയും ലുലു ഗ്രൂപ്പിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാടിനും നമുക്കെല്ലാം മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഓരോ ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് നമുക്ക് ഇന്ന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാകാൻ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ എത്രയും വേഗത്തിൽ ഈ ട്വിൻ ടവേഴ്സിൽ മുഴുവൻ സ്ഥാപനങ്ങൾക്കും എത്തിച്ചേരാനും അതിലൂടെ മലയാളിക്ക് വിശേഷിച്ചും കൂടുതൽ പ്രയോജനകരമാകാനും സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു, എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു.